ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. ഇത് ഒരു ട്രിപ്പൊന്നുമല്ല. സംഭവം എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ ഒന്ന് പാസ്റ്റിലോട്ട് പോയിട്ട് വാ. അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഒന്ന് കഴുകി നല്ല രീതിയിൽ. കഴുകിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ലാസ്റ്റ് ചിപ്പെല്ലാം നോക്കി, ചിപ്പൊന്നും അടിച്ചു പോയിട്ടില്ല, ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് ടാങ്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് പെട്രോൾ കുറവാണ്. അപ്പം കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന്. അങ്ങനെ ഒന്ന് പെട്രോൾ ഒഴിച്ച് നോക്കാം, സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. അങ്ങനെ പമ്പിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒഴിച്ചിട്ട് സ്റ്റാർട്ടായില്ലെങ്കിൽ എന്താണെന്നുള്ളത് അപ്പോഴും നോക്കാം. വെയിൽ കൊള്ളണോ തരാൻ പറ. എത്ര രൂപയുള്ളൂ? 200-നകത്ത് മതി. 200 വേണ്ട, അതിൻ്റെ ഉള്ളിൽ. അത് ഇനി അടിച്ച സീനാവും. അടപ്പ ലോണ്ടറിങ്. ഇനി നമുക്ക് പെട്രോൾ ഒഴിച്ചു നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോഴറിയാം പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 150 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയി ഒഴിച്ചു നോക്കിയിട്ടുള്ളത് നോക്കാം. എന്തായാലും ഭാഗ്യം എന്നോണം പറയാം, വഴിയിലാക്കിയില്ല വണ്ടി. ഒട്ടുമില്ല. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, പറയാം.
ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചപ്പം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വണ്ടിക്ക് പെട്രോൾ കൊടുത്തില്ലെങ്കിൽ വണ്ടി ഇതേപോലെ ഓഫാവും. നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അതേ അവസ്ഥയാണ്. വണ്ടി ഞാൻ ചുമ്മാ തെറ്റിദ്ധരിച്ച്. ഇതാണ് എനിക്ക് ഈ ബൈക്ക് ഭ്രാന്തന്മാരെന്നും പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരോട് പറയാനുള്ള മെയിൻ കാര്യം. നമ്മൾ വണ്ടി എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ വണ്ടി നമ്മളെ സ്നേഹിക്കും. എന്താ ഞാൻ ഫുൾ ഒരു 150 രൂപയ്ക്കാണ് അടിച്ചത്, എന്നിട്ട് എന്താ റിസർവിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പെട്രോൾ ഇല്ലായിരുന്നു. അപ്പം ഈ വ്ളോഗ് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. സ്റ്റേ ട്യൂൺ. ബൈ.